ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും STB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിത് മിനി ഊട്ടിയിൽ വന്നതാണ്. ഞങ്ങൾ മിനി ഊട്ടിയിലേക്കായിട്ട് വന്നതല്ല, ഞങ്ങളൊരു കല്യാണത്തിന് വന്നപ്പോൾ ഫാമിലി എല്ലാവരും കൂടി പെട്ടെന്ന് എടുത്ത് തീരുമാനിച്ചായിരുന്നു ഇവിടെ ഒന്ന് പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. യാതൊരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളിതാ വണ്ടി പാർക്ക് ചെയ്ത് എൻട്രൻസിലേക്ക് എത്തി. ഇപ്പോൾ ഞങ്ങൾ ഈ തിരിഞ്ഞ് നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടെ ഉള്ളവരാണ് കേട്ടോ. എല്ലാവരും അവരവരുടെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങളിത് എൻട്രൻസിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെയാണ് നടക്കുകയാണ്. ഏകദേശം ഒരു 2:30-3 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഫസ്റ്റ് തന്നെ കയറുന്നിടത്ത് കുട്ടികളെ പാർക്കാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതാ കുട്ടികൾക്ക് റൈഡ് ചെയ്യാനുള്ള വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ആദ്യം നമ്മൾ എന്താണ് മിനി ഊട്ടി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. 2 പാർക്കായിട്ടാണുള്ളത്. ഇവിടെ ഈ ഒരു പാർക്കും പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഹിൽസ് പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു ഏരിയയിലാണ് എന്തുള്ളത്, ഈ ഹൊറർ, മിറർ, പിന്നെ 3D അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊക്കെ കാണാൻ നമുക്ക് ഈ 250 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മാക്സിമം ഒരു 8 റൈഡിലെങ്കിലും നമുക്ക് കയറാം. അതാ അങ്ങനെ നമ്മുടെ മിനി ഊട്ടി എത്തി. ഈ ഒരു ഭാഗത്ത് വരുന്നത് കുട്ടികൾ നല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കളിക്കാനുള്ള പൂളാണ്. ആ പൂളിൻ്റെ സൈഡിൽ ചെറിയൊരു ബേഡ്സിൻ്റെ അതായത് ബേർഡ് പാർക്കുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിലേക്കുള്ള എൻട്രിയും നമ്മൾ ഈ പറഞ്ഞ എമൗണ്ടിൽ വരും കേട്ടോ. പക്ഷേ നമുക്ക് അവിടെയുള്ള വെള്ളത്തിൽ കളിക്കാൻ നമ്മൾ വേറെ പേ ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഞങ്ങളിത് യാതൊരു തയ്യാറെടുപ്പും കൂടാതെ വന്നതിനെ കൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മസാജ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഇതാ കുട്ടികളെ പാർക്ക്, ഇതാ ഞാൻ പറഞ്ഞ 3D പിക്ചർ, മിറർ അങ്ങനെ അതൊക്കെ കാണുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഹിൽസ് ലാൻഡിലേക്കാണ് പോണത്. ഇതൊരു ഗേവിൻ്റെ ഉള്ളിൽ കൂടെ പോണ മാതിരിയാണ് കേട്ടോ ഫീൽ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. ഫൈനലി ഞങ്ങൾ അവരെ കണ്ടെത്തിട്ടോ. ഈ ഒരു ഭാഗത്തായിരുന്നു അവരുള്ളത്. ഈ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്, ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വരുന്നുണ്ട്. ഇതാ എൻ്റെ മാമനും മാമിയും ഉമ്മയും മൂത്തൊക്കെ ഊഞ്ഞാലാടാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെയുള്ള കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുക. നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം താഴോട്ടേക്ക് നോക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുണ്ട്, പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് താഴത്തെ കാഴ്ചകൾ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ ചുറ്റോടുള്ള കാഴ്ചകളൊക്കെ വീണ്ടും കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ മക്കളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെയുള്ള പാർക്കിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ഒരുപാട് ഊഞ്ഞാലുണ്ടായിരുന്നു ആടാൻ. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലാടി. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ബേർഡ് സെക്ഷനിലേക്കായിരുന്നു. അവിടുന്ന് കുറേ ആനിമൽസിനും ബേർഡ്സിനെയൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ കിളികൾ നമ്മൾ മേലെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളും എല്ലാവർക്കും പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ നല്ലോണം എൻജോയ് ചെയ്ത് ഒരുപാട് മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ട് വരിക കേട്ടോ, പക്ഷി അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ നമ്മൾ കാണാം. ഓക്കെ, ബൈ.